ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ പറയുകയാണ്. കാരണം നമ്മുടെ കഴിഞ്ഞ വർഷം കഴിഞ്ഞിരിക്കുകയാണ്. കാരണം 2025, പക്ഷേ ഈ വർഷമാണ് 2025 പെട്ടെന്ന് അങ്ങോട്ട് പോയിട്ടോ. ശരിക്കും പറഞ്ഞാൽ 24 23 പോയെന്ന് പറഞ്ഞാൽ പോലും 25 പെട്ടെന്ന് പോയ പോലെയാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയതെന്ന് പറയണം കേട്ടോ. എനിക്കെന്തോ കഴിഞ്ഞ ദിവസമാണ് 2025 ന്യൂ ഇയർ ആയതുപോലെ എനിക്ക് തോന്നിയത്. കാരണം 2025 ഇന്നലെ ആയ പോലെ എനിക്ക് തോന്നുന്നു, പക്ഷെ പെട്ടെന്ന് കഴിഞ്ഞു പോയി വർഷം. അപ്പോൾ എന്തായാലും ഈ വരാൻ പോകുന്ന വർഷം എല്ലാവർക്കും നന്നായി എല്ലാം നന്നാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കൊള്ളുന്നു. എനിക്ക് നല്ല വർഷമാവണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ യൂട്യൂബൊക്കെ നമുക്ക് എല്ലാവരിലേക്കും എത്തിക്കാൻ നിങ്ങളും കൂടി എന്നെ ഒന്ന് സഹായിച്ചാലേ എനിക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ നന്നാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് അവസാനം പറയേണ്ടതാണ്, എന്നാലും ഞാൻ ആദ്യം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാകും ന്യൂ ഇയർ ഫ്രണ്ട്, ക്രിസ്മസ് ഫ്രണ്ട്, അങ്ങനെയൊക്കെ കുറേ ഫ്രണ്ടൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഞങ്ങൾ വിട്ടായിരുന്നു കടയിൽ തന്നെ. വീട്ടിൽ അങ്ങനെയല്ല, നമ്മൾ വീട്ടിൽ 4 പേരല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ കടയിലിട്ടു. വീട്ടിൽ 4 പേരിട്ടാലും ഓരോരുത്തരായിട്ട് പോയി മേടിക്കാൻ പറ്റില്ല, എല്ലാവരും തന്നെ ഒരുമിച്ച് പോയാൽ മേടിക്കത്തുള്ളൂ, അത് വേറെ കാര്യം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കടയിലിട്ടു. കടയിൽ നമ്മൾ എല്ലാ വർഷവും തന്നെ ഇടാറുള്ളതാണ്. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ ക്രിസ്മസ് ഫ്രണ്ടാണ് ഇടാറ്, ക്രിസ്മസ് ഫ്രണ്ട്. അപ്പോൾ അതിട്ടിട്ട് നമുക്ക് ഇച്ചിരി ബോറടിച്ചപ്പോൾ ഇപ്രാവശ്യം നമ്മളൊന്ന് മാറ്റി പിടിച്ചു. നമ്മൾ ഇപ്രാവശ്യം ന്യൂ ഇയർ ഫ്രണ്ടാക്കി. അപ്പോൾ ഇന്നലെ ആയിരുന്നു നമ്മൾ ഈ ക്രിസ്മസ് ഫ്രണ്ട് എന്നാണ് എൻ്റെ വായുവിനെ, ന്യൂ ഇയർ ഫ്രണ്ടിൻ്റെ തിരഞ്ഞെടുപ്പ് അഥവാ ഇങ്ങനെ ഇങ്ങനെ കുലുക്കിയിട്ടിട്ട് ഞങ്ങളെല്ലാവരും എടുത്ത് നോക്കി. അപ്പോൾ എനിക്ക് ഓരോരുത്തരിങ്ങനെ കിട്ടി. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇന്നാണ് ഗിഫ്റ്റ് കൊടുക്കേണ്ട ദിവസം. അപ്പോൾ കൊടുത്തൊക്കെ കഴിഞ്ഞു, അത് വേറെ കാര്യം. അത് കൊടുത്തു കഴിഞ്ഞ് നമ്മൾ ഗിഫ്റ്റ് മേടിച്ചു. ഞാൻ ഇന്ന് രാവിലെയാണ് പോയി ഗിഫ്റ്റ് മേടിച്ചത്. എന്നിട്ട് ഞാൻ കൊടുക്കാൻ വെച്ച ആളിന്നും വന്നുമില്ല ഗൈസ്. അതുകൊണ്ട് നമുക്ക് ഭയങ്കര സങ്കടമായി പോയി. അപ്പോൾ ആ ആൾ നാളെ വരും, അപ്പോൾ കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും തന്നെ ഗിഫ്റ്റ് കിട്ടി. അപ്പം അച്ഛൻ ചേട്ടായി ഒന്നും ഇല്ലായിരുന്നു, ഞാനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഗിഫ്റ്റ് ഞാനും അമ്മയും കൂടി ഇന്ന് രാവിലെ പോയി മേടിച്ചു എന്നൊക്കെ പറഞ്ഞ് പോയി മേടിച്ച്. അത് കഴിഞ്ഞ് അത് ഞാൻ പറഞ്ഞോണ്ടിരുന്നത് നീണ്ടു പോകും. അപ്പോൾ ഞാൻ ഗിഫ്റ്റ് മേടിച്ച് കൊടുത്തു കഴിഞ്ഞ് എല്ലാവർക്കും തന്നെ ഗിഫ്റ്റ് കിട്ടി. പക്ഷെ ഒരാൾക്ക് ഗിഫ്റ്റ് കിട്ടിയില്ല. അപ്പോൾ അത് മറ്റേ ആൾ വരാത്തതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് അമ്മക്ക് കിട്ടിയ ഗിഫ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ ഒന്നും കൂടി പറയുകയാണ്. അപ്പോൾ ഇത് 2026 വർഷം. അപ്പോൾ ഇതാണ് ഗൈസ് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ്. നിങ്ങളൊക്കെ തന്നെ പാത്രം, നമ്മുടെ കടയിൽ പിന്നെ ഇങ്ങനെയൊക്കെയാണ് പാത്രം, കപ്പ്, ചായ, അങ്ങനെയുള്ള സാധനങ്ങൾ. ചായ ഒഴിക്കുന്ന കപ്പ്, അങ്ങനെയുള്ള സംഭവങ്ങളാണ്. ഞാൻ കാണിച്ചു തരാം. ഇതെൻ്റെ അമ്മക്ക് കിട്ടിയൊരു ഗിഫ്റ്റാണ് കേട്ടോ. ഇതേ കണ്ടോ, നല്ല രസമുള്ളൊരു ക്ലിപ്പാണ്. നല്ല നോക്കി, ഈ ക്ലിപ്പ് ദേ ഇങ്ങനത്തെ ഒരു ക്ലിപ്പ്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു ക്ലിപ്പ്. കണ്ടോ, ഇത് അമ്മക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ്. ഇനിയിപ്പോൾ അമ്മ കൊടുത്ത ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇതേപോലത്തെ ഇതേ പാത്രം ഇതിലല്ലേ, അമ്മ ഇങ്ങനെ ഒരു അടപ്പുള്ളൊരു പാത്രമാണ്, ഇച്ചിരി വലിയ പാത്രം. ഇതിലും ഇച്ചിരി കൂടി വലുതാണെന്ന് തോന്നുന്നു. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ഓർക്കും എന്താ ഇത്രയും ചെറിയ ഗിഫ്റ്റോ. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലാണ് നമ്മൾ ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തത്. പിന്നെ അതുമല്ല, നമ്മളൊരു നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവരും 100 രൂപയിൽ താഴെയുള്ള ഗിഫ്റ്റേ മേടിച്ചുകൊണ്ട് ഒരാൾ 100 രൂപയിൽ മുകളിലുള്ള ഗിഫ്റ്റ് വാങ്ങരുതെന്ന് പറഞ്ഞു. എന്തിനാ വെറുതെ 100 രൂപയിൽ മുകളിലുള്ള, എന്തായാലും താഴെയുള്ള ഗിഫ്റ്റ് ആണെങ്കിലും നല്ല ഗിഫ്റ്റ് അല്ലേ ഇതേ. ഞങ്ങളൊരു ചെറിയ സ്ഥാപനമാണ്, അപ്പം നമ്മളെ കൊണ്ട് പറ്റാവുന്നതാണ് നമ്മൾ മേടിച്ചത്. അപ്പോൾ നമുക്ക് ഇത് ഞാൻ ഇങ്ങോട്ട് എടുത്ത് വെക്കാം. ഇതിവിടെ തന്നെ അമ്മക്ക് കിട്ടിയ ഗിഫ്റ്റ് ഈ ക്ലിപ്പ്. അപ്പോൾ ക്ലിപ്പ് ഇവിടെ വെച്ചാൽ നമുക്ക് ഈ ക്ലിപ്പ് മാത്രമാണ് കിട്ടിയത്. ഇനി എനിക്ക് കിട്ടിയത് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇത് കണ്ടോ, ആദ്യം ഇത് കാണിച്ചു തരാം. ഇതാണ് എനിക്ക് കിട്ടിയൊരു പാത്രം. നല്ല രസമുള്ളൊരു ആർക്ക് കുറുക്ക്, അമ്മയായിരിക്കും കുറുക്ക് കുടിക്കണേ. അപ്പോൾ എനിക്ക് കിട്ടിയത് ഇതാണ്. കണ്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. കാരണം ഇതിൻ്റെ സ്റ്റിക്കറൊക്കെ വലിച്ച് പറിച്ച് കളഞ്ഞു. ഇത് നമുക്ക് കറി ഒഴിക്കാനൊക്കെ ആയിട്ട് എടുക്കാവുന്ന നല്ല പാത്രമാണ്. അപ്പോൾ ഒരു നല്ല വലിയ പാത്രം തന്നെയാണ്. അപ്പോൾ ഇതൊരു പാത്രം എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇനി അടുത്തത് എനിക്ക് അത് മാത്രമല്ല കിട്ടിയത്, എനിക്ക് വേറെ കുറച്ച് സാധനങ്ങൾ കൂടി കിട്ടി. ഞാൻ കാണിച്ചു തരാം. ഞാനായതുകൊണ്ട് എല്ലാവരും എനിക്ക് മാലയും വളയൊക്കെ മേടിച്ചു തരും. അപ്പോൾ അത് ഉറപ്പാണല്ലോ, അങ്ങനെയൊക്കെ മേടിച്ചു തരുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഇതിൽ എനിക്ക് കിട്ടിയാണത് ഈ ഒരു മാല ഗൈസ്. കണ്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇങ്ങനത്തെ ഒരു മാലയൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു, അതുതന്നെ എനിക്ക് കിട്ടി. പക്ഷെ നമുക്ക് ആരെന്ത് ഗിഫ്റ്റ് തന്നാലും നമ്മളതിൽ സന്തോഷപ്പെടണം. ഒരിക്കലും എനിക്കിഷ്ടപ്പെട്ടില്ല അതൊന്നും പറയാൻ പാടില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, അത് വേറെ കാര്യം.
നമ്മുടെ മാല, ഈ മാല നല്ല ഇത് ഒരിടക്ക് ഇങ്ങനത്തെ ഭയങ്കര ട്രെൻഡായിരുന്നു, എല്ലാവരും എടുത്ത് മേടിക്കുമായിരുന്നു. അത് കഴിഞ്ഞത് ഈ 2 ക്ലിപ്പ് ഇതെവിടെ തുറക്കണേ, 2 പൂമ്പാറ്റയുടെ ക്ലിപ്പാണ്, നല്ല രസമുണ്ട്. ബട്ടർഫ്ലൈ, ഈ 2 ക്ലിപ്പുമാണ് എനിക്ക് കിട്ടിയത്. ഈ 3 സാധനവും ഈ ഒരു പാത്രം അമ്മക്ക് കിട്ടിയത് ഇതുമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് കാണിക്കാനാണ് ഞാൻ വന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടോ എന്നൊന്ന് കമൻറ്റൊക്കെ ചെയ്യുക. എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം നിങ്ങൾ ആരൊക്കെ ക്രിസ്മസ് ഫ്രണ്ട്, ന്യൂ ഇയർ ഫ്രണ്ട് ഇട്ടോ എന്താതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ നമ്മുടെ ഇന്നത്തെ വീഡിയോത്തിലുള്ള എല്ലാവർക്കും ഞാൻ ഒന്നും കൂടി ന്യൂ ഇയർ ആശംസകൾ പറയുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം നന്നായി ഇരിക്കുകയാണെങ്കിൽ അടുത്ത വർഷം ഈ വർഷം നന്നാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നന്നായാൽ മതിയായിരുന്നു. ആരും പോയി ഒറ്റമൈനേനെ ഒന്നും കാണാൻ നിൽക്കണ്ട, കാരണം ദിവസം പോവും. ഞാൻ ഇന്ന് ഒറ്റമൈനേനെ കണ്ടു കഴിഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇരട്ടമൈനേനെ കണ്ടു ഗൈസ്. പിന്നെ ഇവിടെ ഇരട്ടമൈന കണ്ടു, 4 മൈനേനെ ഞാൻ ഇന്ന് കണ്ടു. അതുകൊണ്ട് എനിക്ക് പേടിയൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോത്തിലുള്ള എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കനോട് അടിച്ചിട്ടിരിക്കുക. ബൈ.